യൂഷ്വലി സ്ട്രൈറ്റ് ചെയ്യുന്നവർക്ക് നേരത്തെ സ്ട്രൈറ്റ് ആയി കിടക്കുമായിരുന്നു, എന്നാൽ ഇപ്പൊ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ കിടക്കാറില്ല, പെട്ടെന്ന് തന്നെ ഫ്രിസി ആവുന്നുണ്ട്. അല്ലെങ്കിൽ കേളി ഹെയർസിന് കേൾ ഡെഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കേൾ ആവുന്നില്ല. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മുക്കുത്തി വ്ളോഗ്സ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങളുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് മന്ത്ലി വൈസ് അല്ലെങ്കിൽ വീക്ക്ലി വൈസ് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കേളി ഹെയർസ് ഉള്ളവരാണെങ്കിൽ, അവര് ഈ കേൾ ഡിഫൈൻ ആയിട്ട് ചെയ്യുക, എന്റെ പോലെ കേൾ ഡിഫൈൻ ആയിട്ട് ചെയ്ത് കടക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു മെത്തേഡ്സ് ഫോളോ ചെയ്ത് നമ്മളുടെ ഹെയർ കെയർ റൊട്ടീൻസ് ചെയ്യുന്നവരാണെങ്കിൽ, ഒരു ഒരു ടൈം ഓഫ് ഇത്രയും കുറെ നാൾ യൂസ് ചെയ്തിട്ട് ഒരു ടൈം ബീയിങ്ങിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ വർക്ക് ആവാതെ വരിക. സംടൈംസ് നമ്മൾ വിചാരിക്കും, അയ്യോ എൻ്റെ ഹെയർ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയി എന്ന് തോന്നുന്ന ഒരു സംഭവം നിങ്ങൾ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. യൂഷ്വലി സ്ട്രൈറ്റ് ചെയ്യുന്നവർക്ക് നേരത്തെ സ്ട്രൈറ്റ് ആയി കിടക്കുമായിരുന്നു, എന്നാൽ ഇപ്പൊ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ കിടക്കാറില്ല, പെട്ടെന്ന് തന്നെ ഫ്രിസി ആവുന്നുണ്ട്. അല്ലെങ്കിൽ കേൾ നമ്മൾ എന്താ കേളി ഹെയർസിന് കേൾ ഡെഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കേൾ ആവുന്നില്ല. കേളിന് പകരം കുറച്ചൊന്ന് സ്ട്രൈറ്റ് ആകുക, അല്ലെങ്കിൽ ഒന്ന് ഭയങ്കര ഇച്ചിരി ഫ്രിസി ആയി പോവുക. അതുപോലെ തന്നെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ പത വരാതിരിക്കുക. അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല പതയുള്ള ഒരു ഷാമ്പു ആയിരുന്നു, പക്ഷെ നമ്മൾ തലയിൽ യൂസ് ചെയ്ത് നോക്കുമ്പം ഇങ്ങനെ പതഞ്ഞു വരുന്നില്ല. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു കണ്ടീഷനാണ്, നമ്മളുടെ ഒരു ബിഗ് കണ്ടീഷൻ തന്നെയാണ്. സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ കണ്ടീഷൻ വേറെ ഒന്നുമല്ല, പ്രൊഡക്റ്റ് ബിൽഡപ്പ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മുടിക്ക് നല്ലതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഹെയർസിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കോട്ട് ചെയ്യുകയോ ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് പ്രൊഡക്റ്റ് ബിൽഡപ്പ്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ മുടി കേളി ഹെയർ ആണ്, ഓൾറെഡി കേളി ഹെയർ ആണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി, ആ കുറച്ചുകൂടെ ആ ഒരു ഗുമ്മി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കേൾ ഡിഫൈനിങ് ക്രീംസ്, സെറംസ്, ഓയിൽസ്, അതുപോലെ തന്നെ നാച്ചുറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽസ്, മുടി വളരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓയിൽസ്, ഇതൊക്കെ നമ്മളുടെ മുടിയിൽ ഒരു പരിധി വരെ കോട്ട് ചെയ്തിരിക്കാം. ആ കോട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ അവിടെ ഇരിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സിലും വാക്സ് ഉണ്ടാവാം, അതിൽ കുറെ ഇൻഗ്രീഡിയൻസ് നമ്മളുടെ മുടിയിൽ അങ്ങനെ മെയിൻറ്റെയിൻ ആയിട്ട് ഇരിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള കേസുകളിൽ അത് റിമൂവ് ആവില്ല. അങ്ങനെ വരുന്ന കേസിലാണ് ഈ പ്രൊഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അതായത് നമ്മളുടെ മുടി നമ്മളെ ഫേക്ക് ചെയ്യുന്നതാണ്, അതായത് നിന്റെ മുടി ചീത്തയായി എന്ന് പറഞ്ഞ് നമ്മളെ ഫേക്ക് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റ് ബിൽഡപ്പ് എന്ന് പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ മുടി ചീത്തയായിട്ട് ഉണ്ടാവില്ല. ആ ഒരു സ്റ്റേജിന്റെ ബിഗിനിങ് സ്റ്റേജ് ആയിരിക്കും, അതായത് ചീത്തയാവുന്നതിന് മുമ്പുള്ളൊരു സ്റ്റേജ് ആയിരിക്കും. പക്ഷെ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ്, ഓക്കെ എൻ്റെ മുടിക്ക് പ്രൊഡക്റ്റ് ബിൽഡപ്പ് ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി പ്രൊഡക്റ്റ് ബിൽഡപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2 ടൈപ്സ് ആണുള്ളത്. 2 ടൈപ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമ്മൾ ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മളുടെ മുടിയെ കോട്ട് ചെയ്യുന്നത് കൊണ്ടുള്ളത്. 2, ഹാർഡ് വാട്ടേഴ്സ് നമ്മൾ ഈ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ കുഴൽക്കിണറിൽ നിന്ന് എടുക്കുന്നവര്, അവർക്കൊക്കെ വാട്ടറിന്റെ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ ഹെയറിന് അത് ഡാമേജ് ആവും. അങ്ങനെ അറിയണമെന്ന് വെച്ചാൽ, നമ്മൾ പൈപ്പിന്റെ അറ്റത്തൊക്കെ വൈറ്റ് കളറ് പൗഡേർഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹാർഡ് വാട്ടർ ആണെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ വെള്ളം വരുന്ന ഭാഗത്ത് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വൈറ്റ് പൗഡേർഡ് ഫീൽ വരുന്ന, അതും ഹാർഡ് വാട്ടർ ആണ് നമുക്ക് വിചാരിക്കാം. ഹാർഡ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, യൂഷ്വലി കണ്ടെയ്ൻസ് മിനറൽസ്. അപ്പൊ ആ മിനറൽസ് കോട്ട് ചെയ്തിട്ടും നമുക്ക് പ്രൊഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടാവാം. സോ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട്, 2 ഹാർഡ് വാട്ടേഴ്സ് ആയതുകൊണ്ട്. അപ്പൊ ഈ 2 കാരണങ്ങളും കൊണ്ട് നമുക്ക് വരാം. മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ സിറ്റി ഏരിയയിലുള്ളവരെല്ലാരും ഹാർഡ് വാട്ടേഴ്സ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് മെയിൻലി ഇങ്ങനെ വരാം, കാരണം നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് വർക്ക് ആവാതെ വരിക, അതാണ് ഏറ്റവും വലിയ സംഭവം. ഇനി പ്രൊഡക്റ്റ് ബിൽഡപ്പ് കൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിസി ആയിരിക്കും, അൺമാനേജബിൾ ആയിരിക്കും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല.
പിന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫേക്ക് ആക്കും, നമ്മൾ ഫേക്കായിട്ട് ചിന്തിക്കും നമ്മളുടെ മുടി കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആണ്, പോയി വെട്ടിക്കളയാമെന്ന് വരെ ചിന്തിക്കുന്നവരുണ്ടാവാം. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് വർക്ക് ചെയ്യാതിരിക്കുക, വാക്സി ആകുക, ഡ്രൈ ഡൾ ഒക്കെ ആയിട്ട് തോന്നുക. പിന്നെ നമ്മളുടെ സ്കാൽപ്പിൽ ഈ പ്രൊഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കൈ ഇടുമ്പോൾ നമുക്ക് ചെളി ഉരുണ്ട് വരുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് ബിൽഡപ്പ് ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബിൽഡപ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇനി ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോങ് ഷാംപൂസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാരിഫയിങ് ഷാംപൂസ് എന്ന് പറയാം. അതായത് നമ്മൾ മുടിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കോട്ട് ചെയ്തിട്ടിരിക്കുന്ന മിനറൽസ് ആയിക്കോട്ടെ, ഈ പ്രൊഡക്ട്സിന്റെ ഇൻഗ്രീഡിയൻസ് ആയിക്കോട്ടെ, എല്ലാം കോട്ട് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാരിഫയിങ് ഷാംപൂസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ധാരാളം ക്ലാരിഫയിങ് ഷാംപൂസ് അവൈലബിൾ ആണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ സാധനം നമ്മളെ നന്നായി ഡ്രൈ ആക്കും. അപ്പം അതിന് ആ ഫസ്റ്റ് ഡേ തന്നെ യൂസ് ചെയ്തിട്ടോ അയ്യോ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയല്ലോ എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ മുടിൽ അഴുക്കല്ല, ആ ഒരു എന്താ പറയാ, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അത്രയും എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് ഇറങ്ങിപ്പോയി എന്ന് നിങ്ങൾ ഓർത്ത് സമാധാനിക്കണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ തൊട്ട് നമുക്ക് യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത് അത് ആ ഒരു റൊട്ടീൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഇതെങ്ങനെയാണ് ഈ ക്ലാരിഫയിങ് ഷാംപൂസ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ ഷാംപൂസ് എടുക്കുമ്പോൾ നമുക്ക് പത വരില്ല. അപ്പൊ തന്നെ ഓർത്താണ് നമുക്ക് എന്തുമാത്രം പ്രോഡക്റ്റ് നമ്മളുടെ ഹെയറിൽ ഉണ്ടെന്ന്. പത വരില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് മസാജ് ഒക്കെ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യുക. സെക്കൻഡ് ടൈം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് വിസിബിളി കാണാൻ പറ്റും, നല്ലപോലെ പതഞ്ഞു വരും. അപ്പൊ അത് ജസ്റ്റ് നല്ലപോലെ ഇത് ചെയ്തിട്ട് കളയാം. ഇനി ഈ ക്ലാരിഫയിങ് ഷാമ്പു കൂടാതെ ഒരു സാധനം കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ ACV, അതായത് ആപ്പിൾ സിഡർ വിനെഗർ. അത് ഇതുപോലെ നമ്മളുടെ വാഷ് ഔട്ട് ചെയ്ത് കളയുക വൺ ടൈം. ഇതെല്ലാം ഈ ക്ലാരിഫയിങ് ഷാമ്പു ആയിക്കോട്ടെ, ACV ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ ഒരു മന്ത്ലി വൺസ് അത്ര മതി. കാരണം നമ്മൾ ഈ മന്ത്ലി ചെയ്യുന്ന ഹെയർ കെയർ റൊട്ടീനുള്ള അമിതമായിട്ട് എക്സസ് ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഈ കോട്ടിങ് എല്ലാം റിമൂവ് ആക്കാൻ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ. 2 തവണ ചെയ്താലും കുഴപ്പമില്ല, കാരണം എക്സസ് ആയിട്ട് എമൗണ്ട്സ് ഓഫ് പ്രോഡക്ട്സ് എടുത്തിട്ട് യൂസ് ചെയ്യുന്നതിന് കേളി ഹെയർസ് ഒക്കെ ഉള്ളവർ, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് മാറി അങ്ങ് പൊത്തുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേളി ഹെയർസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ മന്ത്ലി ട്വൈസ് ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രൊഡക്റ്റ് ബിൽഡപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേറൊരു സംഭവം കൊണ്ടുണ്ട്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഷാംപൂസ് നമുക്ക് വർക്ക് ആവില്ല. അത് നമ്മൾക്ക് യൂസ് ചെയ്താലും നമുക്ക് പതഞ്ഞു വരിക, അല്ലെങ്കിൽ നമ്മളുടെ ഡേർട്ടിനെ ഈ കോട്ട്സിനെ റിമൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് വെള്ളം റിപ്പൽ ചെയ്യും. അതായത് നമുക്ക് വെള്ളം എത്ര ഒഴിച്ചിട്ടും തല നനയാത്തൊരു ഫീലില്ലേ, വെള്ളം തലയിൽ ഒഴിച്ചിട്ടേ വെള്ളം ഒഴിച്ചൊരു ഫീലേ ഇല്ല, പെട്ടെന്ന് ഡ്രൈ ആകുക. അതായത് നമ്മൾ തല കഴുകിയിട്ട് നമ്മൾ ചുമ്മാ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആകുക. അതാണ് വെള്ളം റിപ്പൽ ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ വരുവാണെങ്കിൽ ഉറപ്പിച്ചോ പ്രൊഡക്റ്റ് ബിൽഡപ്പ് ആണ് നിങ്ങൾക്ക്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ക്ലാരിഫയിങ് ഷാംപൂസ് എന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്കിപ്പോൾ മാറ്റി വെക്കാം. അതെന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള സെക്കൻഡ് പറയാമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ക്ലാരിഫയിങ് ഷാംപൂസ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആണ്. സോ നമ്മളുടെ ഹെയർ അത് യൂസ് ചെയ്യുന്ന ആ ഒരു ഡേ നന്നായി ഡ്രൈ ആക്കും. അപ്പൊ അത്രയും ഡ്രൈ വേണ്ട, എന്നെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എന്റെ തലേന്ന് പോയാൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ ആണ് ഈ അഫോർഡബിൾ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. എങ്കിൽ ഫസ്റ്റ് നമുക്ക് ഭയങ്കര ബൾക്ക് എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് ആയിട്ട് നമ്മൾ പ്രൊഡക്ട്സ് നമ്മുടെ തലയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാരിഫയിങ് ഷാംപൂസ് ഞാൻ പറയാം. ഒന്നാമത്തേത് മെനാറ്റിൻ ക്ലാരിഫയിങ് ഷാംപൂ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നോക്കിക്കോ. മെനാറ്റിൻ എന്ന് പറയുന്നത് മെനാറ്റിൻ ആണോ മാനറ്റിൻ ആണോ എന്ന് അറിയത്തില്ല. മെനാറ്റിൻ ക്ലാരിഫയിങ് ഷാംപൂ അത് അത്യാവശ്യം നല്ലതാണ്, അത് നന്നായി ക്ലാരിഫൈ ചെയ്യും. അത് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഫീൽ കിട്ടും. അതായത് ഇതെല്ലാം കഴുകി പോയിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലേ നമുക്ക് ഹെയറിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ എന്നുള്ളൊരു സംഭവം തോന്നിപ്പിക്കുന്ന ടൈപ്പാട്ടോ. രണ്ടാമത്തേതാണ് ഡീടോക്സി ഹാർഡ് വാട്ടർ റിപ്പയർ. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ഷാംപൂ ആണ്. പിന്നുണ്ട് ലോറിയൽ പ്രൊഫഷണലിന്റെ, ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നേരത്തെ പറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള അതും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബി ബോഡി വൈസിന്റെ സെറ്റ് ഓഫ് കെരാറ്റിൻ ഷാംപൂ എന്നാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ജെന്റിലാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങ് മോയ്സ്ചർ പോയതുപോലെ തോന്നില്ല. നമ്മുടെ തലമുടിയിൽ മോയ്സ്ചർ ഉണ്ടെങ്കിലാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഹെയർ കിടക്കത്തുള്ളൂ, പിന്നെ ഹെയറും ഹാപ്പി ആകത്തുള്ളൂ.
അപ്പോൾ മോയ്സ്ചർ ആണ് എപ്പോഴും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു അതായത് ഇപ്പൊ എനിക്ക് അധികം പ്രൊഡക്ട്സ് റിമൂവ് അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് ഡ്രൈ ആക്കത്തില്ല. ഞാൻ മറ്റേത് യൂസ് ചെയ്യാൻ പറയുന്നത് നമ്മൾ എക്സസ് ആയിട്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരാണ് അത് യൂസ് ചെയ്താലും ഗുണമുള്ളൂ. കാരണം ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് അധികം ഒന്നും യൂസ് ചെയ്യാത്തവരാണ്, എന്നാൽ ഹാർഡ് വാട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കായിട്ട് ജെന്റിലായിട്ടൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഷാമ്പൂസ്. ഒന്ന് ബി ബോഡി വൈസിന്റെ സെറ്റ് ഓഫ് കെരാറ്റിൻ ഷാമ്പൂ ആണ്. പിന്നുള്ളത് പാന്റീന്റെ അഡ്വാൻസ്, അത് നല്ലതാണ് അത്യാവശ്യം. ഇതൊക്കെ അത് ഇച്ചിരി സ്ട്രോങ് ആണ്, എന്നാലും കുഴപ്പമില്ല. അത് ഇച്ചിരി ഡ്രൈ ആക്കും എങ്കിലും ഓക്കെ, അഫോർഡബിൾ ആണ്. പിന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിന് വർത്താണ്. പിന്നെ വിഷ് കെയറിന്റെ എച്ച് ഷാമ്പു, അതിൽ ഈ എച്ച് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ആണ് നമുക്ക് ആ ഒരു ഈ ഒരു ഇതിൽ നിന്നുള്ള ഒരു റിലീഫ് തരുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഷാമ്പൂസ്. അപ്പൊ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോളൂ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏത് ഷാമ്പു വേണമെന്ന്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യും, കാരണം നമ്മൾ മന്ത്ലി വൺസ് ഓർ ട്വൈസ് അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിത് ലാസ്റ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് എങ്ങനെ പോയാലും ഒരു വർഷമൊക്കെ വരെ യൂസ് ചെയ്യാമായിരിക്കണം, കാരണം നമ്മൾ അത്ര എടുക്കുന്നുള്ളല്ലോ. അല്ലെങ്കിൽ ഒരു 6 മാസം 7 മാസം വരെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് ഒരു തവണ വാങ്ങിച്ചാലും പെട്ടെന്നൊന്നും തീർന്നു പോകുന്നുള്ള ടെൻഷൻ വേണ്ട. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് നമ്മുടെ റൊട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യാലോ. 1 ഡേ അല്ലേ നമ്മൾ ഇതിനെടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രൈസ് റേഞ്ച് നോക്കി നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നത് നോക്കി വാങ്ങിച്ചോളൂ. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ 2026 ആദ്യത്തെ വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇങ്ങനത്തെ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഈ ക്ലാരിഫൈങ് ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, നിങ്ങളുടെ ഹെയർ ടൈപ്പും ഷാമ്പൂം ഏതാണെന്നും പറഞ്ഞ് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മുക്കുത്തി വ്ളോഗ്സ്. ബൈ.